ഞാൻ നിഖിന സുരേഷ്. ഇക്കഴിഞ്ഞ 2023 HSST ജൂനിയർ മാത്തമാറ്റിക്സ് റാങ്ക് ലിസ്റ്റിൽ അഡ്വൈസ് വന്ന് നിൽക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് ഞാൻ. അപ്പോൾ ആദ്യമായി ഞാൻ എഴുതുന്ന PSC പരീക്ഷയാണ്. അതിൽ ഈ ലിസ്റ്റിൽ ഇടം നേടാൻ സഹായിച്ച ടോസ് അക്കാഡമിക്ക് ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. ഇനി എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ 2013 UG കഴിയുകയും 2015 PG പാസ്സാവുകയും ചെയ്തു. BSCക്കും MSCക്കും യൂണിവേഴ്സിറ്റി 3rd റാങ്ക് ആയിരുന്നു. അതിനുശേഷം എനിക്ക് 2015 ശേഷം ഒരു 4 വർഷം ഗ്യാപ്പ് വന്നു. 2019 ഞാൻ BEd ചെയ്തത്. 2019 2021 ഞാൻ BEഡിൻ്റെ കൂടെ തന്നെ സെറ്റ് ക്ലിയർ ചെയ്തു. അതിനുശേഷം 2021 ഡിസംബറിൽ നമ്മൾ ഹയർ സെക്കൻഡറി വിളിക്കുകയും ചെയ്തു. അപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞു, ഉടനെ തന്നെ ഹയർ സെക്കൻഡറി വിളിച്ചു, അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് ടീച്ചിങ് ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന എനിക്ക് അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. വേറെ ഒരു PSC എക്സാമും ഞാൻ എഴുതിയിട്ടില്ല. എൻ്റെ ആദ്യത്തെ PSC എക്സാം ആയിരുന്നു. അത് ഹയർ സെക്കൻഡറി തന്നെ കിട്ടണമെന്നുള്ളത് എൻ്റെ അതിയായ ആഗ്രഹമായിരുന്നു. അങ്ങനെ കോച്ചിങ്ങിനെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ച സമയത്ത് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ഒരു കുട്ടി ഇങ്ങനെ ടോസ് അക്കാഡമിയെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഓൺലൈൻ കോച്ചിങ് തന്നെ വേണമായിരുന്നു, അല്ലാതെ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഓൺലൈൻ കോച്ചിങ്ങിന് പോയപ്പം ടോസ് അക്കാഡമി കോൺടാക്ട് ചെയ്തു, ഞാൻ ജോയിൻ ചെയ്തു. അതിനുശേഷം ഞാൻ കുറച്ച് സെൽഫായിട്ട് നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത സമയത്ത് കുറച്ച് സെൽഫ് നോട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ റെക്കോർഡ് ക്ലാസ് ആയിരുന്നു. അതിനുശേഷം ഈ ആഴ്ചതോറുമുള്ള മോക്ക് ടെസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. എല്ലാ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്ത് അപ്പം ആ ആഴ്ചയിൽ ഇത്ര ആളുകൾ, അല്ലെങ്കിൽ 1ാം സ്ഥാനത്ത് 2ാം സ്ഥാനത്ത് 3ാം സ്ഥാനത്തുള്ള ആൾക്കാരെ ഇങ്ങനെ അത് ഇടുമായിരുന്നു. ആ സമയത്ത് എനിക്ക് റാങ്ക് കുറച്ച് താഴോട്ട് പോകുമ്പം ഒരു വല്ലാത്ത ടെൻഷനായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ചുകൂടെ വർക്ക് ചെയ്തു. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് എനിക്ക് ശരിക്കും ഒരു അനുഗ്രഹമായിരുന്നു. ഇടയ്ക്കൊരു 2 ആഴ്ച എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് ഇതിൻ്റെ മെൻറ്ററായിരുന്ന മാത്യു മിസ്സ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് 2 ആഴ്ച കൊണ്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരത്രയും നമ്മളെ കെയർ ചെയ്യുന്നു. അങ്ങനെ അത് ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് നോക്കണമെന്ന് പറഞ്ഞ് മെസ്സേജ് ക്ലോസ് ചെയ്ത്, അങ്ങനെ പിന്നെ ഞാൻ അത് റെക്കോർഡ് ചെയ്ത ആ വീഡിയോസ് എല്ലാം കണ്ട് ക്ലാസ് എല്ലാം കറക്റ്റ് ചെയ്ത് മോക്ക് ടെസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്തായിരുന്നു പോകുന്നത്. പിന്നെ നമ്മൾ മെൻറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാത്യു മിസ് ആണെങ്കിലും രേഷ്മ മിസ് ആണെങ്കിലും എബിൻ സാർ ആണെങ്കിലും നല്ല ക്ലാസ് ആയിരുന്നു. അവരുടെ എല്ലാം നല്ല ടോപ്പോളജി, എനിക്ക് PGക്ക് ടോപ്പോളജി കുറച്ച് പാടായിരുന്നു. പക്ഷേ ഈ ടോസ് അക്കാഡമിയുടെ ക്ലാസ്സിൽ ഞാൻ ടോപ്പോളജി നല്ല കാര്യമായിട്ട് പഠിക്കുകയുണ്ടായി. അപ്പം അതെനിക്ക് വലിയൊരു പ്രോഫിറ്റാണ് ഉണ്ടാക്കി തന്നത്. പിന്നെ അതിനുശേഷം ഞാനിങ്ങനെ നമ്മൾ ഈ ഹയർ സെക്കൻഡറി എക്സാം എഴുതുന്നതിന് തൊട്ട് മുമ്പ് ഓൺലൈൻ എക്സാം ആയിരുന്നു. അപ്പോൾ ഈ ഓൺലൈൻ എക്സാമിന് നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന എക്സാം പോലെ അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഈ എക്സാമിന് മുമ്പ് ടോസ് അക്കാഡമി നമുക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് അറ്റൻഡ് ചെയ്യിപ്പിച്ചു. വലിയ ആ എക്സാം മോഡലിൽ തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്തു, കുറച്ച് ടെൻഷൻ ഒഴിവാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം കഴിഞ്ഞിട്ടും നമ്മൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ഈ പറഞ്ഞ നമ്മൾ മാത്യു മിസ്സ് എനിക്ക് മെസ്സേജ് ചെയ്യുകയുണ്ടായിരുന്നു, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ച്. അവർ അത്രയും ക്യൂരിയസ് ആയിട്ട് ഇരിക്കുമായിരുന്നു എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അത്രയും കെയറിങ്ങോടായിരുന്നു നമ്മളോട് ഇരുന്നത്. അതിനുശേഷം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ പേടിയുള്ളൊരു കാര്യമായിരുന്നു. അപ്പം മറ്റേ എക്സാമിനെക്കാട്ടിലും എനിക്ക് പേടിയായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ. പക്ഷേ ടോസ് അക്കാഡമി അതും ഞങ്ങൾക്ക് വലിയൊരു സഹായമാണ് ചെയ്തത്. ആ സമയത്ത് ഇതുപോലെ ഞാനിപ്പം വീഡിയോ ചെയ്യുന്ന പോലെ ലൈവായിട്ടൊരു വീഡിയോ ചെയ്തു. അതിനകത്ത് ഈ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ചെയ്ത കുറേ വ്യക്തികളെ വെച്ച് അവരുടെ എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്, അവർ നമ്മളോട് ഫ്രണ്ട്ലി ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുകയും അതിലൂടെ നമുക്ക് കുറച്ച് മെൻ്റൽ സ്ട്രെസ് ഒഴിവാക്കാനും സാധിച്ചു. എന്നാലും അവിടെ ചെന്നപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും കുറേ ഈ കാര്യങ്ങളെല്ലാം കിട്ടിയതുകൊണ്ട് നമുക്ക് വലിയ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടോസ് അക്കാഡമി വലിയ ഹെൽപ്ഫുള്ളായിരുന്നു. ഇപ്പം ഞാൻ 2023 ലിസ്റ്റിൽ വന്നു. ഇപ്പോഴാണ് അഡ്വൈസ് കിട്ടിയത്. അഡ്വൈസ് വന്ന് നിൽക്കുന്നു. അപ്പം ടോസ് അക്കാഡമി ഒരുപാട് സഹായിച്ചു. പ്രത്യേകിച്ച് ഞങ്ങൾ മെൻറ്റർ അവസാനം ജനറൽ ക്ലാസ് തന്നു. ജനറൽ ക്ലാസ്സും എല്ലാ ടോപ്പിക്കും കവർ ചെയ്താണ് തന്നത്. ജനറൽ ക്ലാസ് ചെയ്ത ടീച്ചറും നല്ല ക്ലാസ് എടുത്താണ് അതും അവസാനിപ്പിച്ചത്. അപ്പോൾ ആ ക്ലാസ് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു. അപ്പം താങ്ക് യു ടോസ് അക്കാഡമി.
പിന്നെ എനിക്കിപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം തന്നതിൽ ഞാൻ എൻ്റെ ആദ്യമായി എൻ്റെ പേരൻസിനോട് ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ചും എൻ്റെ അമ്മയോട്. അമ്മ എൻ്റെ കൂടെ വലിയ സപ്പോർട്ടോടു കൂടി എൻ്റെ കൂടെ നിന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡും ഇപ്പം പറഞ്ഞല്ലോ 4 വർഷം ഞാനൊരു ഗ്യാപ്പ് എടുത്താണ് 2019 ബി.എഡിൽ ചേർന്നത്. ആ സമയത്ത് എൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും പകുതി വെച്ച് ബ്രേക്ക് ആവാൻ തുടങ്ങിയതാണ്. പക്ഷേ എന്നിട്ടും എല്ലാ സപ്പോർട്ടും കൂടി എൻ്റെ കൂടെ നിന്ന് ഇതുവരെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഹസ്ബൻഡ്, പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ. അന്ന് ആ സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ കൊച്ചു പിള്ളേരായിരുന്നു, 2 പിള്ളേരുണ്ടായിരുന്നു, കൊച്ചു പിള്ളേരായിരുന്നു. പക്ഷേ അവരും ആ സമയത്ത് ഒരുപാട് സഫർ ചെയ്തു. എനിക്ക് പഠിക്കാൻ വേണ്ടി അവരും ഒരുപാട് സഫർ ചെയ്തു. പിന്നെ ഈ ഒരു നിമിഷത്തിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ അധ്യാപകർ ഒന്ന് ഇപ്പോഴത്തെ നമ്മൾ ഞാൻ പഠിച്ച എൻ്റെ കോളേജിൽ സെൻറ്റ് ജോൺസ് കോളേജ് അഞ്ചലിലെ പ്രൊഫസറാണ് CBC ബാബു സാറിനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. കൂടാതെ എന്നെ ടീച്ചറിൽ എന്ന പാഷൻ എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടാക്കിയ എൻ്റെ പ്രിയ അധ്യാപിക, എൻ്റെ കെമിസ്ട്രി അധ്യാപികയായിരുന്ന പ്രിയ ഹരിദേവൻ ടീച്ചറിനെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഈ ഒരു അവസരം തന്ന ഈ ഒരു പ്ലാറ്റ്ഫോം, എനിക്കിങ്ങനെ പറയാനൊരു പ്ലാറ്റ്ഫോം തന്ന ടോസ് അക്കാഡമിക്കും പിന്നെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിന്ന എല്ലാ മെൻറ്റേഴ്സിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.